Hi students, in this section we are going to discuss about the third storage class in C. What is that? Static variables. Static variables ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ until end of the പ്രോഗ്രാമിന്റെ എൻഡ് വരെ അതിന്റെ വാല്യൂ പെർസിസ്റ്റ് ചെയ്യും. ആ വാല്യൂ അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന, ഒരു ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യും, ഇത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഇത് ഡിസ്ട്രോയ് ആവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക് വേരിയബിൾ ഇറ്റ്സ് വാല്യൂ പെർസിസ്റ്റ് അണ്ടിൽ ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു വേരിയബിളിനെ സ്റ്റാറ്റിക് ആക്കി ഡിക്ലെയർ ചെയ്യുക? സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ്, സ്റ്റാറ്റിക് ഇൻറ്റു വൈ, ഇങ്ങനെയാണ്. ഇനി സ്റ്റാറ്റിക് വേരിയബിൾസ് രണ്ട് തരത്തിലുണ്ട്. ഇന്റേണൽ സ്റ്റാറ്റിക് വേരിയബിൾസും എക്സ്റ്റേണൽ സ്റ്റാറ്റിക് വേരിയബിൾസും. ഇന്റേണൽ സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ 1ന്റെ ഉള്ളിലെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, നമ്മൾ സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. അപ്പൊ ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ഇന്റേണൽ സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ളിലാണ് അതിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത്. പക്ഷെ എൻറ്റയർ പ്രോഗ്രാം അത് അലൈവ് ആയിട്ട് ഇരിക്കും, ഇതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ നോർമലി ഒരു ഇൻറ്റ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആണ്? ഓട്ടോ ഇൻറ്റ് എക്സും ഇൻറ്റ് എക്സും ഇത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഡിഫോൾട്ട് ആയിട്ട് ഓട്ടോ ആണെന്ന്. ഓട്ടോയുടെ പ്രത്യേകത എന്താണ്? ഫംഗ്ഷന്റെ ഉള്ളിൽ കടന്നു, ഫംഗ്ഷൻ പോകുമ്പോൾ ഡിസ്ട്രോയിഡ് ആവും. ഓക്കെ, അപ്പോൾ ഇന്റേണൽ സ്റ്റാറ്റിക് വേരിയബിൾസ് എന്തിനോട് സിമിലർ ആണ്? ഓട്ടോ സ്റ്റാറ്റിക് വേരിയബിൾസിനോട് സിമിലർ ആണ്. കാരണം അത് ആ ഒരു ഫംഗ്ഷൻ മാത്രമാണ് ലോക്കലി യൂസ് ചെയ്യുന്നത്. ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓട്ടോ ഇവിടെ ഇപ്പോൾ ഒരു സെഡ് ആണെന്ന് വിചാരിക്കാം, ഈ സെഡ് ഫംഗ്ഷന്റെ പുറത്തേക്ക് പോകുമ്പോൾ ഡിസ്ട്രോയിഡ് ആവും. പക്ഷെ എക്സ് പുറത്തേക്ക് പോകുമ്പോൾ ഡിസ്ട്രോയിഡ് ആവില്ല. എക്സ് വിൽ ബി അലൈവ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. അപ്പൊ ഓരോ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ദേ റിമെയിൻ ഇൻ എക്സിസ്റ്റൻസ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. അപ്പൊ ഇന്റേണൽ സ്റ്റാറ്റിക് വേരിയബിൾസ് ആർ സിമിലർ ടു ഓട്ടോമാറ്റിക് വേരിയബിൾസ്. ഇന്റേണൽ സ്റ്റാറ്റിക് വേരിയബിൾസ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇനി എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്ലോബൽ വേരിയബിൾസ്, അങ്ങനെ ഒരു ഫംഗ്ഷന് പുറത്ത് ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റാറ്റിക് വേരിയബിൾസിനെ എക്സ്റ്റേണൽ സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറയും. ലെറ്റ്സ് സീ വൺ എക്സാമ്പിൾ. ദിസ് ഈസ് ദി ഇലസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിക് വേരിയബിൾ. ഒരു പ്രോഗ്രാം ആണ്, നോക്കൂ. വോയിഡ് സ്റ്റേറ്റ് വോയിഡ്, എന്താണിത്? ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. ആൻഡ് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് റിട്ടേണിംഗ് എനിത്തിങ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ? STATE, സ്റ്റേറ്റ്, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പാസിംഗ് എനിത്തിങ്. അപ്പോൾ സി കമ്പൈലറിനോട് പറയാണ് നമ്മളൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ പേര് സ്റ്റേറ്റ് എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിട്ടേണിംഗ് എനിത്തിങ് ആൻഡ് പാസ് എനിത്തിങ്. ആൻഡ് ഫ്രം ഹിയർ ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ബിഗിൻസ്. മെയിൻ എന്നാണ്. ഇവിടെ നോക്കി നോക്കൂ, ഇൻറ്റ് ഐ. അപ്പൊ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്റ്റോറേജ് ക്ലാസ്സിലേക്കാണ് ഐ ബിലോങ്സ് ചെയ്തിരിക്കുന്നത്? ഓട്ടോ ആണ്, ഓട്ടോമാറ്റിക് ആണ്. കാരണം ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഐ ആക്റ്റീവ് ആവും, ഈ മെയിനിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഐയുടെ വാല്യൂ ഡിസ്ട്രോയിഡ് ആവും. ഐയുടെ വാല്യൂ 1 കൊടുത്തു, ഐ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 3, i++. ഇപ്പോൾ ഇതെന്താണ്? ഫോർ ലൂപ്പ് ആണ്. ഫോർ ലൂപ്പിന്റെ ഉള്ളിലെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എത്ര പ്രാവശ്യം വിളിക്കും? 3 പ്രാവശ്യം വിളിക്കും, കാരണം ലൂപ്പിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. സോ ഫസ്റ്റ് 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്തു, ഇവിടെ വന്നു, കണ്ടീഷൻ ട്രൂ, ഇവിടെ എത്തിയപ്പോൾ ആൻഡ് ദിസ് ഈസ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എങ്ങോട്ട് പോവും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോവും. വോയിഡ് സ്റ്റേറ്റ് വോയിഡ്, ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ട്. അവിടെ നോക്കി നോക്കൂ, സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ്. ഇവിടെ ശ്രദ്ധിക്കണം, സ്റ്റാറ്റിക് വേരിയബിൾസ് ഓൺലി 1 ടൈം മാത്രമാണ് ഇനീഷ്യലൈസ് ചെയ്യപ്പെടുള്ളൂ. എപ്പോഴാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്? ഓൺലി 1 ടൈം. ഏത് ടൈമിലാണോ കമ്പൈലേഷൻ നടക്കുന്നത് ആ ഒരു ടൈമിൽ മാത്രമാണ് സ്റ്റാറ്റിക് വേരിയബിൾസ് ഇനീഷ്യലൈസ് ആവുള്ളൂ, അല്ലാതെ വീണ്ടും വീണ്ടും ഇനീഷ്യലൈസ്ഡ് ആവില്ല. അപ്പൊ സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 0 വെച്ചു. ഇത് എന്താണ്? സ്റ്റാറ്റിക് സ്റ്റോറേജ് ക്ലാസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് വാല്യൂ പെർസിസ്റ്റ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. അപ്പൊ എക്സിന്റെ വാല്യൂ 0 ആയില്ലേ? എക്സ് ഈക്വൽ ടു x+1. സോ ഇവിടെ ഞാൻ വരയ്ക്കുന്നുണ്ട്, എക്സ് ആണ് കേട്ടോ. ഇതിന്റെ വാല്യൂ ആദ്യം 0 ആക്കി വെച്ചു. എക്സ് ഈക്വൽ ടു x+1 എന്ന് പറയുമ്പോൾ ഇതിന്റെ വാല്യൂ ഇപ്പൊ എത്രയായിട്ട് മാറി? ഇതിന്റെ വാല്യൂ 1 ആയിട്ട് മാറി. പ്രിന്റ് ഓഫ് എക്സ് ഈക്വൽ ടു %d. എക്സിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 1 ആണ്. സോ നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് എഴുതുന്നുണ്ട്, എക്സിന്റെ വാല്യൂ ആദ്യം 1 എന്ന് വരും. ഇത്രയും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കി നോക്കൂ, ഫംഗ്ഷൻ കഴിഞ്ഞു. അപ്പൊ റിട്ടേൺ ചെയ്യില്ലേ? എവിടെ നിന്നാണോ വിളിച്ചത് അവിടേക്ക് തന്നെ റിട്ടേൺ ചെയ്തു. ഇവിടെ നിന്നായിരുന്നല്ലോ വിളിച്ചത്.
അപ്പോൾ ഫംഗ്ഷൻ വിളിച്ചപ്പോൾ ഡെഫിനേഷൻ പാർട്ടിക്ക് വന്നു, ഇവിടെ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എക്സിന്റെ വാല്യൂ ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്തു, തിരിച്ച് ഇവിടേക്ക് തന്നെ എത്തി. അതിനുശേഷം എന്താ ഉണ്ടാവുക? ലൂപ്പാണല്ലോ, ഇവിടേക്ക് പോവും. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ ഇപ്പം എത്രയാണ്? 2 ആണ്. തിരിച്ചിവിടെ എത്തും. 2 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 3 ആണോ? യെസ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഉള്ളിലേക്ക് കടക്കും. എന്താണ്? ഫംഗ്ഷനെ രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ വീണ്ടും ഡെഫിനിഷൻ പാർട്ടിലോട്ട് വരും. എന്നിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ വേണം ശ്രദ്ധിക്കാൻ. സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ് ഈക്വൽ ടു 0 ഇത് എക്സിക്യൂട്ടഡ് ആവില്ല. കാരണം ഇത് സ്റ്റാറ്റിക് വാരിയബിൾസ് ആണ്. ഇത് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഇനീഷ്യലൈസ് ചെയ്യപ്പെടുള്ളൂ. എപ്പോഴാണ്? കമ്പൈൽ ചെയ്യുമ്പോൾ മാത്രം ഇത് ഇനീഷ്യലൈസ് ചെയ്യും. പിന്നെയും ഫംഗ്ഷൻ വിളിക്കുമെന്ന് കരുതിയിട്ട് ഇനീഷ്യലൈസ് ചെയ്യില്ല. അപ്പൊ എക്സിന്റെ വാല്യൂ ഇപ്പൊ എത്രയാ? 1 ആയിരുന്നു. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഇത് എക്സിക്യൂട്ട് ആവില്ലല്ലോ. എക്സിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. നമ്മളിവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന് വരും. 2 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്യും. എവിടേക്കാണോ വിളിച്ചത് അവിടേക്ക് എത്തും. ഇവിടെ നിന്നും ഇൻക്രിമെന്റ് ഐയുടെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 3 ആയിട്ട് മാറും. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 3 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 3. കണ്ടീഷൻ ട്രൂ. എഗെയിൻ ഉള്ളിലേക്ക് കടന്ന് ലാസ്റ്റ് ടൈം ഫംഗ്ഷനെ വിളിക്കും. ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് വരും. നോക്കൂ, സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ് ഈക്വൽ ടു 0 നല്ലപോലെ മനസ്സിലാക്കണം. സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് എത്ര തവണ നമ്മൾ ഇതേമാതിരി കൺട്രോൾ ഇവിടേക്ക് വന്നാലും ഇത് വീണ്ടും ഇനീഷ്യലൈസ്ഡ് ആവില്ല. ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഇനീഷ്യലൈസ് ആവുള്ളൂ. അതായത് ആ എക്സിന്റെ വാല്യൂ അവിടെ പെർസിസ്റ്റ് ചെയ്യും. കാരണം അതാണ് അതിന്റെ അർത്ഥമല്ലോ. എക്സ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് ആണെന്ന് അർത്ഥം. അപ്പൊ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? എക്സിന്റെ 2 ആണ്. 0 ആവില്ല. 2 + 1 എന്ന് പറയുമ്പോൾ എത്രയായി? 3 ആയി. ആ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 3. അതിനുശേഷം വീണ്ടും ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ഐയുടെ വാല്യൂ കൂടിയിട്ട് എത്രയായി? 4 ആയി. 4 ലെസ് ദാൻ 3 ആണോ? അല്ല, കണ്ടീഷൻ ഫാൾസ് ആയി. സോ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തു. നോക്കൂ, മെയിൻ പ്രോഗ്രാം കഴിഞ്ഞു. നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നോക്കൂ, എക്സ് ഈക്വൽ ടു 1 2 3. എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാമിലെ എക്സിന്റെ വാല്യൂ 1 2 3 ആയത്? കാരണം എക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് വാരിയബിൾ ആണ്. അത് വൺസ് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാല്യൂ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം എക്സിസ്റ്റ് ചെയ്യും. അപ്പം മുന്നുണ്ടായിരുന്ന വാല്യൂവിന്റെ മേലെയാണ് എക്സ് പ്ലസ് 1 ആഡ് ചെയ്യുന്നത്. ഇനി ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സെയിം പ്രോഗ്രാം നമ്മൾ ഒരു ചേഞ്ച് വരുത്താൻ പോവുകയാണ്. സ്റ്റാറ്റിക്കിന് പകരം നമ്മൾ എന്താക്കുകയാണ്? ഓട്ടോ എന്നാക്കി കൊടുത്തു. ഓട്ടോ എന്ന് പറഞ്ഞാൽ ഒന്നും എഴുതാതിരുന്നാലും സെയിം തന്നെയാണ്. ഡിഫോൾട്ടായിട്ട് ഓട്ടോ എന്നാണ് അർത്ഥം. അപ്പൊ ഈ സെയിം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? നോക്കൂ, 3 പ്രാവശ്യം ഫംഗ്ഷൻ വിളിക്കില്ലേ? ഇവിടേക്ക് വരുമ്പോൾ ഇൻറ്റ് എക്സ് ഈക്വൽ ടു, അപ്പൊ ഇവിടെയാണ് ഓട്ടോ എക്സിന്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 0. ഫസ്റ്റ് എക്സിന്റെ വാല്യൂ ഒന്ന് കൂട്ടുന്നു, പ്രിന്റ് ചെയ്യാൻ പറയുന്നു. സോ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. തിരിച്ച് ഇവിടെ എത്തി. ഐയുടെ വാല്യൂ ഇപ്പൊ ഈ കേസിൽ 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 3. കണ്ടീഷൻ ട്രൂ. അഗെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് എത്തി. ഓട്ടോ ഇൻറ്റ് എക്സ് ഈക്വൽ ടു 0. അങ്ങനെ പറയുമ്പോൾ എന്താ? ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങോട്ട് ഫംഗ്ഷൻ പോയി, പുറത്തേക്ക് ഫംഗ്ഷൻ പോയില്ലേ? അപ്പോൾ ഈ എക്സിന്റെ വാല്യൂ ഡിസ്ട്രോയ് ചെയ്തു. കാരണം ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമാണ് ഈ ഒരു ഫംഗ്ഷൻ നിൽക്കുന്ന സമയം മാത്രമാണ് എക്സിന്റെ വാല്യൂ 0 ആയിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒന്ന് കൂട്ടി 1 ആക്കിയില്ലേ? ആ 1 അവിടുന്ന് പോയി. പിന്നെ തിരിച്ചിവിടെ വന്നിട്ട് ഓട്ടോ ഇൻറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ വീണ്ടും എക്സിന്റെ വാല്യൂ 0 കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇവിടെ 1 ആവുന്നു. വീണ്ടും എക്സ് ഈക്വൽ ടു 1 എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഫംഗ്ഷന്റെ പുറത്തേക്ക് കടക്കുമ്പോൾ ഓട്ടോമാറ്റിക് വേരിയബിൾസ് ഓട്ടോമാറ്റിക്കലി ഡിസ്ട്രോയിഡ് ആകുന്നു. അഗെയിൻ മൂന്നാമത്തെ പ്രാവശ്യം ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഇവിടെ വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 0, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 പറയുമ്പോൾ ഈ 0യുടെ വാല്യൂ 1, ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 1. ഫംഗ്ഷന്റെ പുറത്ത് പോകുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയിഡ് ആവുന്നു. അപ്പൊ നമ്മൾ ഡിക്ലെയർ ചെയ്ത വാരിയബിൾ സ്റ്റാറ്റിക് ആണെങ്കിൽ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. കാരണം എക്സിന്റെ വാല്യൂ അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഓട്ടോമാറ്റിക് വേരിയബിൾ ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. എപ്പോഴും നമുക്ക് 1 കിട്ടും. കാരണം എന്താ? ഈച്ച് ടൈം എക്സിന്റെ വാല്യൂ 0 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാറ്റിക് വാരിയബിൾസിലെ ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ഇനീഷ്യലൈസേഷൻ നടക്കുന്നുള്ളൂ. എപ്പോഴാണോ ഫസ്റ്റ് ടൈം കമ്പൈൽ ചെയ്യുന്നത് അപ്പോ. പിന്നെ ഇനീഷ്യലൈസ് ചെയ്യില്ല. പിന്നെ ആ വാല്യൂന്റെ മേലെയാണ് ഫർദർ അഡീഷൻസ് ഒക്കെ നടക്കുന്നത്. ക്ലിയർ? ഇപ്പൊ സ്റ്റാറ്റിക് വേരിയബിൾസിന്റെ 2 ഇമ്പോർട്ടന്റ് പോയിന്റ്സും കൂടെ ഉണ്ട്. എന്താണ് എക്സ്റ്റേണൽ സ്റ്റാറ്റിക് വേരിയബിളും സിമ്പിൾ സ്റ്റാറ്റിക് വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം?
അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്റ്റാറ്റിക് വേരിയബിൾ ഒരു ഇൻസൈഡ് എ ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റേണൽ സ്റ്റാറ്റിക് വേരിയബിൾ എന്നാണ് പറയുക. അത് എന്തിനോട് സിമിലർ ആണ്? ഓട്ടോ വേരിയബിളിനോട് സിമിലർ ആണ്. ഒരേ ഒരു വ്യത്യാസം, ഓട്ടോ ആ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഡിസ്ട്രോയിഡ് ആവും, പക്ഷെ സ്റ്റാറ്റിക് ഇറ്റ് വിൽ പെർസിസ്റ്റ് എൻറ്റയർ ദ പ്രോഗ്രാം. ഇനി സിമ്പിൾ സ്റ്റാറ്റിക് വേരിയബിളും എക്സ്റ്റേണൽ സ്റ്റാറ്റിക് വേരിയബിളും സിമ്പിൾ എക്സ്റ്റേണൽ വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം, ഈ എക്സ്റ്റേണൽ സ്റ്റാറ്റിക് വേരിയബിൾ ഏത് ഫയലിൻ്റെ ഉള്ളിലാണോ ആ ഫയലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അവൈലബിൾ ഓൺലി വിത്തിൻ ദ ഫയൽ. ഏത് ഫയലിൻ്റെ ഉള്ളിലാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ ഫയലിൻ്റെ ഉള്ളിൽ മാത്രമാണ് അവൈലബിൾ. ഇപ്പോൾ ഈ ഫയലിൻ്റെ പേര് 1.c ആണെങ്കിൽ ഈ ഒരു സി ഫയലിൽ മാത്രമാണ് ഈ ഒരു വേരിയബിൾ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ വേറെ കുറേ ഫയൽസ് ഉണ്ട്, 2c 3c എന്നൊക്കെ പറഞ്ഞിട്ട് 3.c പറഞ്ഞിട്ട് വേറെ ഫയൽസ് ഉണ്ടെങ്കിൽ സിമ്പിൾ എക്സ്റ്റേണൽ വേരിയബിൾസിനെ നമുക്ക് ഏത് ഫയൽസ് നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്റ്റേണൽ സ്റ്റാറ്റിക് വേരിയബിൾ ആൻഡ് സിമ്പിൾ എക്സ്റ്റേണൽ വേരിയബിൾ. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫംഗ്ഷൻസിന്റെ സ്കോപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു ഫംഗ്ഷനെ ഒരു ഫയലിൻ്റെ ഉള്ളിൽ മാത്രം, ഈ ഫയലിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിലത്തെ ഫംഗ്ഷനെ എന്താക്കി ഡിക്ലെയർ ചെയ്യണം? സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ എങ്ങനെയാ? സ്റ്റാറ്റിക് വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിഫൈൻ ചെയ്യുക. കാര്യങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ നമുക്ക് എന്താ ചെയ്യുക? ആ ഒരു ഫയലിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മുന്നേ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മൾ നോർമലി ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക. എന്താ ഡിക്ലറേഷൻ്റെ അർത്ഥം? ഇറ്റ് ടെൽസ് ദ സി കമ്പൈലർ ദാറ്റ് ഇറ്റ് യൂസിങ് എ function, its name is display and it is not passing anything and it is not returning anything. ഇത് തന്നെയാണ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സ്റ്റേൺ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് എക്സ്റ്റേൺ വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ എന്താണ് ഇതെന്താ പറയുന്നത്? ഈ ഫംഗ്ഷനും ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുകയാണ്, ഇങ്ങനൊരു ഫംഗ്ഷൻ ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടും സെയിം മീനിങ് ആണ്. അതുകൊണ്ടാണ് എക്സ്റ്റേൺ ഒഴിവാക്കിയിട്ട് നോർമലി ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷനെ ഏതൊരു ദ ഫോർത്ത് സ്റ്റോറേജ് ക്ലാസ് ഈസ് രജിസ്റ്റർ വാരിയബിൾസ് എന്ന് പറയുമ്പോൾ, അപ്പം സാധാരണ നമ്മളൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലാണ് എക്സ് എന്ന് പറഞ്ഞ വാരിയബിളിനെ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ സ്റ്റോർ ദ വാരിയബിൾസ് ഇൻ രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്താണെന്ന് അറിയാമല്ലോ, രജിസ്റ്റേഴ്സ് ആർ ടെമ്പററി സ്റ്റോറേജ് യൂണിറ്റ്സ്. സോ എപ്പോഴും റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന വാരിയബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാം? രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഫാസ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം നല്ല ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, രജിസ്റ്റേഴ്സിൻ്റെ സൈസ് ലിമിറ്റഡ് ആണ്. കുറച്ച് വേരിയബിൾസ് നെസസറി ആയിട്ട് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന വേരിയബിൾസ് മാത്രമാണ് നമ്മളതിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. ഇനി സീൽക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ദേ റീച്ച് ദ ലിമിറ്റ്, അതായത് എത്രമാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും രജിസ്റ്റേഴ്സിലെ ആ ലിമിറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രജിസ്റ്ററിനെ നോൺ രജിസ്റ്റർ വേരിയബിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് രജിസ്റ്റർ എന്ന് പറയുന്നതാണ് കീവേഡ്, രജിസ്റ്റർ ഇൻറ്റ് ഐ, ഇങ്ങനെയാണ് അത് ഡിക്ലെയർ ചെയ്യാം. അത്രയേ ഉള്ളൂ ദ ഫോർത്ത് സ്റ്റോറേജ് ക്ലാസ്. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് നെസ്റ്റഡ് ബ്ലോക്സ്. ബ്ലോക്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളൊരു ബ്രേസിൻ്റെ ഉള്ളിൽ എഴുതും. അപ്പോൾ ഇതിനെയാണ് ബ്ലോക്ക് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യു ക്യാൻ സീ ഹിയർ മെയിനിലെ ഒരു കേളി ബ്രാക്കറ്റ് ഇട്ടു, ഇവിടെയാണ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിനുള്ളിൽ ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു, ഇൻറ്റ് ബി ഈസ് ഈക്വൽ ടു 10. പിന്നെ ഞാൻ ഒരു കാര്യമില്ലാതെ വീണ്ടും ഒരു കേളി ബ്രാക്കറ്റ് ഇട്ടു, ഇവിടെ അത് ക്ലോസ് ചെയ്തു. ഇതെന്ന് പറയുന്നതാണ് ഇന്നർ ബ്ലോക്ക്. അതിനുള്ളിൽ വീണ്ടും ഞാൻ ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 0, ഇൻറ്റ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇതെന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നർ ബ്ലോക്ക് ഉണ്ട്, ഇതിൻ്റെ പുറത്ത് കാണുന്നതാണ് ഇത് ഔട്ടർ ബ്ലോക്ക്. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇപ്പോൾ എയുടെ വാല്യൂ എന്താണ് 20 ആണ്, ബി എന്നതിന് വാല്യൂ കൊടുത്തു 10 ആണ് ഇവിടെ കേട്ടോ. പക്ഷേ ഇന്നർ ബ്ലോക്കിലേക്ക് കടന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്ത എ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? മുകളിലത്തെ പുറത്തുള്ള എയുടെ ആ വിസിബിലിറ്റി അതിനൊന്ന് മാച്ചു, ഹൈഡ് ചെയ്തു. ഇപ്പോഴത്തെ പ്രസൻറ്റ് എ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. സി എന്ന് പറയുന്നത് എ പ്ലസ് ബി, എയുടെ വാല്യൂ എന്തായിരിക്കും? 0 പ്ലസ് ബി എന്ന് പറയുന്നത് ഉള്ളിൽ വേറെ ആൾ വന്ന് ഹൈഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ഈ വാല്യൂ തന്നെ കിട്ടും
10 കിട്ടും. ദാറ്റ് മീൻസ് സിക്ക് 10 ആണ് കിട്ടുക. അല്ലാതെ എയുടെ ഈ 20 വാല്യൂ ഇവിടെ വന്നിട്ട് 20 + 10 30 എന്ന് സിക്ക് വരില്ല. ബിക്കോസ് എന്തുണ്ടായി, ഇവിടെ ഈ ഇന്നർ ബ്ലോക്കിൽ ഡിക്ലെയർ ചെയ്ത എ എന്ന് പറയുന്നത് ഔട്ടർ ബ്ലോക്കിലത്തെ എയുടെ വിസിബിലിറ്റീനെ ഹൈഡ് ചെയ്തു. ഇനി അതിനുശേഷം പുറത്തേക്ക് കടന്നപ്പോൾ ബി ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു. പുറത്തേക്ക് കടന്നപ്പോൾ പുറത്തെ എയുടെ വാല്യൂ എത്ര, 20. ആ വാല്യൂ ആണ് ബിക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. കാരണം അപ്പോൾ ഈ എ വിസിബിളായിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് വിസിബിലിറ്റി. നമ്മൾ മുന്നേ ഇപ്പം ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ലൈഫ് ടൈം വിസിബിലിറ്റി, അതിൻ്റെ ആക്ടിവിറ്റി എന്താണ്, അത് ലൈവ് ആണോ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം, അപ്പോൾ അത് നല്ലപോലെ മനസ്സിലാക്കുക.